ഈ അമ്മ പെട്ടെന്ന് തന്റെ മകന്റെ തലയിൽ ഒരു നമ്പർ കണ്ടു. അതിനർത്ഥം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. പിന്നീട് സ്കൂളിലേക്കുള്ള വഴിയിൽ എല്ലാവരുടെയും തലയിൽ നമ്പർ ഉള്ളതായി അവൾ ശ്രദ്ധിച്ചു. അവൾ മകന്റെ തലയിലെ നമ്പറിലേക്ക് നോക്കി. അത് 211 എന്നായിരുന്നു. അവൾക്ക് ആശയക്കുഴപ്പമായി. അപ്പോഴാണ് 703 എന്ന അക്കമുള്ള ഒരു വിദ്യാർത്ഥി അതുവഴി നടന്നുപോയത്. ഈ വിദ്യാർത്ഥി സ്കൂളിൽ ഒന്നാമനാണെന്നും പരീക്ഷയിൽ 703 മാർക്ക് ലഭിച്ചുവെന്നും മകൻ അമ്മയോട് പറഞ്ഞു. ആ അക്കം ആ വിദ്യാർത്ഥിയുടെ പരീക്ഷയിലെ സ്കോറാണെന്ന് അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. എന്നാൽ സ്വന്തം മകന്റെ സ്കോർ വളരെ കുറവാണെന്ന് കണ്ട അവർ ജോലി രാജിവെച്ച് അവനെ എപ്പോഴും പഠിക്കാൻ നിർബന്ധിച്ചു. അവരുടെ കഠിനശ്രമം ഫലം കണ്ടു. അവന്റെ മാർക്ക് വർദ്ധിക്കാൻ തുടങ്ങി. എന്നാൽ അധികം വൈകാതെ ആ കുട്ടി പഠനത്തിൽ ഒരു ഭ്രാന്തനെ പോലെയായി മാറി. തന്റെ സ്കോർ കൂട്ടാൻ വേണ്ടി അവൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗിറ്റാർ പോലും തല്ലിത്തകർക്കുകയും പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ തല മൊട്ടയടിക്കുകയും ചെയ്തു. അയൽപ്പക്കത്തെ ഒരു കുട്ടി അമിതമായി പഠിച്ചതിന്റെ ക്ഷീണം കാരണം പടിക്കെട്ടിൽ നിന്നും വീണത് കണ്ടപ്പോൾ അമ്മയ്ക്ക് വല്ലാതെ ഭയമായി. അമിതമായ പഠനസമ്മർദ്ദം തന്റെ മകന്റെയും മാനസിക നില തെറ്റിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അവനെ പഴയ സന്തോഷത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അമ്മ അവന്റെ പഴയ ബാൻഡ് സുഹൃത്തുക്കളെ വിളിച്ച് അവനായി ഒരു സ്റ്റേജ് ഒരുക്കി. ഗിറ്റാർ വായിച്ചാൽ തന്റെ മാർക്ക് വീണ്ടും കുറയുമോ എന്ന് അവൻ പേടിച്ചപ്പോൾ മാർക്ക് വർദ്ധിച്ചുവെന്ന് അമ്മ പുഞ്ചിരിയോടെ അവനോട് കള്ളം പറഞ്ഞു. ഒടുവിൽ ആശ്വാസത്തോടെ വേദിയിൽ സന്തോഷത്തോടെ പാട്ടുപാടുന്ന മകനെ നോക്കി ആ അമ്മ നിന്നു. പരീക്ഷാ മാർക്കുകൾ ജീവിതത്തിൽ പ്രധാനമാണെങ്കിലും മക്കളുടെ യഥാർത്ഥ സന്തോഷവും സമാധാനവുമാണ് അതിനേക്കാളേറെ വലുതെന്ന് അവർ തിരിച്ചറിഞ്ഞു.